ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറഞ്ഞു തരാം. ഒരു കാട്ടിൽ USA എന്ന് പറഞ്ഞ ഒരു വലിയൊരു വേട്ടക്കാരനുണ്ടായിരുന്നു. അപ്പോൾ ഈ വേട്ടക്കാരൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേ കാട്ടിൽ തന്നെ വേറെ കുറേ വേട്ടക്കാരന്മാരുണ്ട്. ഇന്ത്യ, ചൈന, ഇറാൻ, ജപ്പാൻ, യൂറോപ്പ്, ഓസ്ട്രേലിയ, അങ്ങനെ ഒരുപാട് വേട്ടക്കാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഈ USA എന്ന് പറഞ്ഞ വേട്ടക്കാരൻ എന്ത് ചെയ്തു, ഒരു 950 കാലഘട്ടങ്ങളിൽ ഈ ചെറിയ ചെറിയ വേട്ടക്കാരന്മാരുടെ വീട്ടിൽ കയറി അവരുടെ കയ്യിലുള്ള മാംസം മൊത്തം ആളുടെ USA-ൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. USA-ൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ ബാക്കി വേട്ടക്കാരന്മാരുടെ അടുത്ത് പൈസ ഒന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള വേട്ടക്കാരന്മാരെന്ത് ചെയ്തു, ഞങ്ങൾ നിങ്ങളുടെ അടിമയായിട്ട് ജീവിക്കാം, അടിമയായിട്ട് ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള മാംസം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ USA വേട്ടക്കാരൻ എന്ത് പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള മാംസം മാത്രം ഞാൻ തരാം എന്നുള്ള രീതിയിൽ ഒരു കരാറുണ്ടാക്കി. എന്നിട്ട് USA കൊടുക്കുന്ന മാംസം കഴിച്ച്, പിന്നെ ചെറിയ 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 USA തിന്നാൻ കൊടുക്കുന്നതിൽ ഒരംശം ഈ ചെറിയ വേട്ടക്കാരന്മാരെന്ത് ചെയ്തു, മാറ്റിവെച്ചു. അങ്ങനെ മാറ്റിവെച്ച് ഇവർക്ക് USA വേട്ടക്കാരൻ തരുന്ന മാംസം ഇല്ലാതെ തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലെത്തി. അങ്ങനെ മാറ്റിവെച്ച് ആ സ്ഥിതിയിലെത്തിയപ്പോൾ ഈ ചെറിയ വേട്ടക്കാരന്മാർക്ക് തോന്നി, ഇപ്പം എൻ്റെ അടുത്ത് ഇത്രയും മാംസം ഉണ്ടല്ലോ, നമ്മളെല്ലാം കൂടെ ഒത്തുകൂടി ഒന്നായി നിന്ന് ഈ USA എന്ന് പറയുന്ന വേട്ടക്കാരനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ ആ മാംസം മൊത്തം നമുക്ക് തിരിച്ചു പിടിക്കാമല്ലോ. അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ ഈ ചെറിയ വേട്ടക്കാരന്മാരെന്ത് ചെയ്തു, ഈ ചെറിയ വേട്ടക്കാരന്മാർ പതിയെ കാട്ടിലുള്ള മറ്റ് ആൾക്കാരെ സഹായിച്ച് അവരുടെ സഹാനുഭൂതി നേടി ഒരു വലിയൊരു ശക്തിയായിട്ടുള്ള ഒരു സേനയുണ്ടാക്കി ഈ USA എന്ന് പറയുന്ന വേട്ടക്കാരനെ കൊല്ലാനായിട്ട്. എന്നിട്ട് USA എന്ന് പറയുന്ന വേട്ടക്കാരന് ഒരു വീക്ക്നെസ് ഉണ്ട്. അതായത് USA എന്ന് പറയുന്ന വേട്ടക്കാരന് വെള്ളി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഈ വെള്ളിയുള്ളത് എവിടെയാണ്? ഈ വെള്ളിയുള്ളത് ചെറിയ വേട്ടക്കാരന്മാരായിട്ടുള്ള റഷ്യ, ചൈന, അങ്ങനെയുള്ള മറ്റ് സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ റഷ്യ, ചൈനയിലുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്തു, ഇനി USA എന്ന് പറഞ്ഞ വേട്ടക്കാരന് വെള്ളി കൊടുക്കില്ല എന്ന് പറഞ്ഞു. വെള്ളി കിട്ടാതായി കഴിഞ്ഞാൽ USA വേട്ടക്കാരൻ തളർന്ന് ക്ഷീണിതനാവും. അങ്ങനെ തളർന്ന് ക്ഷീണിതനാവുന്ന സമയത്ത് USA എന്ന് പറഞ്ഞ വേട്ടക്കാരൻ്റെ അടുത്ത് നിന്ന് മാംസം മൊത്തം മറ്റ് ചെറിയ വേട്ടക്കാരന്മാർ അവരുടെ സ്വന്തമാക്കാം എന്നുള്ളൊരു പദ്ധതിയിൽ വെള്ളി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ USA എന്ന് പറയുന്ന വേട്ടക്കാരൻ അത് മനസ്സിലായി. അതായത് ഇവർ ഉണ്ടാക്കിയൊരു ട്രാപ്പാണ്, ആ ട്രാപ്പിൽ ഞാൻ കുടുങ്ങാൻ പോവാണെന്നുള്ളത്. അപ്പോൾ ഇനി ഈ വേട്ടക്കാരൻ എന്ത് ചെയ്യും? ഈ വേട്ടക്കാരന് വേറെ ഒരു വഴിയില്ല. അതായത് ഒന്ന് കയ്യിലുള്ള മാംസം എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവരുമായിട്ടെല്ലാം യുദ്ധം ചെയ്ത് അവരെല്ലാം നശിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ളത് അറിയില്ല. പക്ഷേ ഇപ്പോൾ USA എന്ന് പറയുന്ന വേട്ടക്കാരന് ഒരു യുദ്ധം വളരെ അത്യാവശ്യമാണ്. ആ യുദ്ധം എവിടെ നടക്കുമെന്നോ എങ്ങനെ നടക്കുമെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ യുദ്ധത്തിന് ശേഷം ചെറിയ വേട്ടക്കാരന്മാർ വലുതാവോ അതോ USA എന്ന് പറയുന്ന വേട്ടക്കാരൻ ആളുടെ പവർ പുനഃസ്ഥാപിക്കുമെന്നുള്ള അറിയില്ല. അങ്ങനെ പവർ പുനഃസ്ഥാപിക്കുന്നതും ഈ യുദ്ധത്തിനിടയിൽ കാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് മൃഗങ്ങൾ ഒരുപാട് ബാധിക്കും. അവർ ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഒരു വലിയൊരു
ദുരന്തമോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ എങ്ങനെ വരുമെന്ന് മാത്രമാണ് അറിയാത്തത്. അപ്പം വളരെ തയ്യാറെടുപ്പോടുകൂടി ഇരിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക.